മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വാളക്കളം അബ്ദുൽ ബാരി മുസ്ലിയാർ നഗരിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സ്വീകരണ സമ്മേളനത്തിൽ ജാഥാ നായകൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചുവടുകളുടെ ഓരം ചേർന്ന് നടക്കാം. ഈ യാത്രയുടെ ഭാഗമാണ് കാലം ആവശ്യപ്പെടുന്ന നിത്യനൂതന സന്ദേശമായ മനുഷ്യർക്കൊപ്പമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഉത്തരദേശത്തു നിന്നും അനന്തപുരിലേക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. 8ാം ദിവസമായ വ്യാഴാഴ്ച ഒതുക്കങ്ങളിൽ നിന്ന് ഈ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകിയാണ് സ്വീകരിച്ചത്. OK സൈനുദ്ദീൻ മുസ്ലിയാരുടെ മക്കാം സിയാറത്തിന് ശേഷം നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും യാത്രയെ തിരൂരിലേക്ക് ആനയിച്ചു. തിരൂരിലേക്കുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ വൻ ജനാവലി യാത്രയെ എതിരേറ്റു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിവാദ്യവും ഉണ്ടായിരുന്നു. തിരൂരിൽ സ്നേഹവിരുന്നും നടന്നു. നഗരത്തിൽ റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു. വാളക്കളം അബ്ദുൽ ബാരി മുസ്ലിയാർ നഗരിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സെയ്ദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ഈ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നേതൃപദവിയിലിരിക്കുന്നവരുടെ വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടം കൊടുക്കുന്ന ഒന്നും ഉണ്ടാവരുത്. തെരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മാത്രം മുൻനിർത്തി മനസ്സിലാക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയം. അത് മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അധികാരം വരും പോകും. പക്ഷേ ഈ നാട് പല മനുഷ്യർ ഒരുമിച്ച് പാർക്കുന്നതാണ്. അവർക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത്. വർഗീയതയ്ക്ക് വളക്കൂറുള്ള മണ്ണാവരുത് കേരളം. രാഷ്ട്രീയ നേതാക്കൾ താൽക്കാലിക നേട്ടങ്ങൾക്കായി അതിരുകടന്ന് സംസാരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല, ആർക്കും പാടില്ല. ഞാനത് പാടില്ല എന്ന് പഠിപ്പിക്കുക കൂടെ ചെയ്യുന്ന നബിയാണ്, റസൂലാണ്. അതുകൊണ്ട് നീ ആ മക്കക്കാരുടെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വാർത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉന്നാര നബിയെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് തങ്ങൾ എന്നെ ആ മുസ്ലിങ്ങളെ കൂടെ മടക്കി അയക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല എന്ന്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. സുലൈമാൻ സക്കാഫി മാളിയേക്കൽ, സാദിസ് സക്കാഫി പെരിന്തിറ്റേരി, ഡോക്ടർ അബൂബക്കർ എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, കെ ടി ജലീൽ MLA, കുറുക്കോൾ മൊയ്തീൻ MLA, OK അബ്ദുൾ റഷീദ് മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N അലി അബ്ദുള്ള, കുഞ്ഞലി ഫൈസി തെന്നല, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, അബ്ദുൽ ജലീൽ സക്കാഫി പുന്നത്തല, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസേരി, റഹ്മത്തുള്ള സക്കാഫി എളമരം, C ഹരിദാസ്, E ജയൻ, PT അജയ് മോഹൻ, KP നൌഷാദ് അലി, മുനിസിപ്പൽ ചെയർമാൻ K ഇബ്രാഹിം ഹാജി, സെയ്ദ് ഷറഫുദ്ദീൻ ജമലുൽ അലി ചേളാരി, കൂറ്റമ്പറ അബ്ദുറഹ്മാൻ ദാരിമി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞീഫ് സക്കാഫി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി തുടങ്ങിയവർ സംബന്ധിച്ചു. ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി സ്വാഗതം, അബ്ദുൽ സമദ് മുട്ടന്നൂർ നന്ദി പറഞ്ഞു.